ഹലോ ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. ഞാൻ ഏത് വീഡിയോ പ്രസൻറ്റ് ചെയ്യുമ്പോഴും അത് ഒന്നെങ്കിൽ ഒരാൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരിക്കും. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരുപാട് പേര് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, കോവിഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ, നമ്മളെല്ലാവരും ഒരു ക്രൈസിസിലാണ്. ആരും ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന്, ആരും മനസ്സിൽ തന്നെ വിചാരിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തുടക്കം ഈ കൊറോണ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിചാരിച്ച് കൂടി വന്ന ഒരു 2 മാസം അതിൻ്റെ ഉള്ളിൽ മരുന്നൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും കൂടുമ്പോൾ തിങ്സ് ആർ ഗെറ്റിംഗ് വേഴ്സ്. ഈ കോവിഡ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പല ആളുകൾക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ടു, അവരുടെ സാലറി പകുതിയായിട്ട് കുറച്ചു, ബിസിനസ്സുകാർക്ക് ബിസിനസ് ഇല്ലാതെ, ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാതെ ആയി. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, അതായത് അവരുടെ കാർ ലോൺ, അതേപോലെ തന്നെ വീടിൻ്റെ ലോണ്, എക്സ്പെൻസസ്, അതൊക്കെ അതേപോലെ തന്നെ പോവുകയും ചെയ്തു. ഗവൺമെൻറ് നമുക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അത് ഈ മാസത്തോടെ തീരുകയുമാണ്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ കുറേ ആളുകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും, പക്ഷേ കുറച്ച് ആളുകൾ ഇത് തരണം ചെയ്തിട്ടുമുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മൊറട്ടോറിയം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതുമാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം, അത് യൂഷ്വലി ലോൺസ് ഉള്ളവർക്ക് അറിയാം, ഒന്ന് താളം തെറ്റിപ്പോയാൽ അത് ഒരു വലിയൊരു ഡെറ്റ് ട്രാപ്പ് ആയി മാറും. ഡെറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ അതിൻ്റെ അകത്തേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു കയറാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കവർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് ഒരു ഹോം ലോൺ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതും, ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴും നമ്മൾ വലിയ ഒരു ഇളക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ പോവുക എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരാളുടെ ഒരു കഥ കേട്ടപ്പോൾ ചെയ്യാൻ തോന്നിയൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞും തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ഹോം ലോൺ? ഹോം ലോൺ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ, ഒരു ആവറേജ് ഒരു 50 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ, നമുക്ക് 50 ലക്ഷം എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂഷ്വലി അവരെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക, 5-10 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി 40 ലക്ഷം രൂപ അവർ ഹോം ലോണായിട്ട് മാറ്റുകയാണ് ചെയ്യാറ്. ഇത് ഇത്രയും കൊല്ലം ആയിട്ടുള്ള ഒരു ലോണായ കാരണം യൂഷ്വലി അവരുടെ ലൈഫ് ടൈം തന്നെ ഏകദേശം 25 കൊല്ലം 30 കൊല്ലമായിരിക്കും ഈ ലോണിൻ്റെ പീരിയഡ്. അത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറവുമാണ്. അപ്പോൾ ഈ ലോണ്, ഹോം ലോൺ എന്താണെന്ന് ശരിക്കും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഈ ഹോം ലോണിൻ്റെ 4 ഘടകങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്ര എമൗണ്ടാണ് ലോണായിട്ട് എടുക്കുന്നത്, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ വീടാണെങ്കിൽ 10 ലക്ഷം രൂപ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 40 ലക്ഷം രൂപ, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലോൺ ടെന്യൂർ, അതായത് ഈ ലോണ് എത്ര കൊല്ലം ഉണ്ട്, 25 കൊല്ലമാണോ 30 കൊല്ലമാണോ, അതാണ് ലോൺ ടെന്യൂർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ്. പൊതുവേ ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8%, എന്നാലിപ്പോൾ അത് കുറച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 4 കമ്പോണൻറ്റ്സ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഹോം ലോൺ വർക്ക് ചെയ്യണതെന്ന് മനസ്സിലാവും. യൂഷ്വലി ഏത് ബാങ്ക് ചെന്നാലും അവർ എന്താ നോക്കാമെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ലോണായിട്ട് അടയ്ക്കുമ്പോൾ ചെറിയ എമൗണ്ട് മാത്രമാണ് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കയറിപ്പോവുക, വലിയ എമൗണ്ട് ഇൻട്രസ്റ്റിലേക്കാണ് കയറിപ്പോവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ ഹോം ലോൺ ഉണ്ടെങ്കിൽ 20,000 രൂപയാണ് അതിൻ്റെ അടവെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 16,000 രൂപ ഇൻട്രസ്റ്റ് ആയിരിക്കും, ബാക്കി 4,000 രൂപ മാത്രമാണ് പ്രിൻസിപ്പളിലേക്ക് കയറിപ്പോവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കം തന്നെ നമ്മൾ മാസം EMI ഉണ്ടല്ലോ, 19,500 എന്ന് പറഞ്ഞാൽ EMIയുടെ മുകളിൽ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്കുന്ന ലോൺ ടെന്യൂർ 25 കൊല്ലം എന്നുള്ളതാണെങ്കിൽ അത് കുറയുകയും ചെയ്യും. അതൊരു ഫാക്ടർ. അതുമാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 8.5 എന്നുള്ളത് 7.5 ആയി കഴിഞ്ഞാൽ അതും നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട്
അതുമാത്രമല്ല അതിൻ്റെ സമയവും കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ച്, ഓക്കെ, ഇവൺ ഒരു 0.25 ചേഞ്ച് ആണെങ്കിലും അത് എത്രത്തോളം പൈസ നമുക്ക് ലാഭിക്കാവുന്നൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു ഹോം ലോൺ ഉണ്ട്, 50 ലക്ഷം രൂപയ്ക്കാണ്, 25 കൊല്ലമാണ് ലോൺ ടെന്യൂർ, ഇൻട്രസ്റ്റ് റേറ്റ് 7.75% ആണ്. ഓക്കെ, ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ, 7.75 എന്നുള്ളത് 7.35 ആക്കി കിട്ടിയെന്ന് വിചാരിച്ചോ. നമ്മൾ സേവ് ചെയ്യാൻ പോണത് ഏകദേശം 3,91,000 രൂപയാണ്. അതായത് ഏകദേശം 4 ലക്ഷം രൂപയാണ് നമ്മൾ നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കുന്നത്. അപ്പോൾ ചെറിയ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണെങ്കിലും അത് ലോങ് ടേം വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പോ റേറ്റ് കുറക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കും കൂടി കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ ബാങ്കായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോം ലോണിൽ നിന്ന് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല ആളുകൾക്കും അതറിയില്ല. എല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളായിരിക്കും. ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും RBI റിപ്പോ റേറ്റ് കുറച്ചെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കാണാം. ഓക്കെ, ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്, കൊറോണയൊക്കെയാണ്, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ആ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടി, അതായത് ആളുകളുടെ കയ്യിൽ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ റിസർവ് ബാങ്ക് ഈ ബാങ്ക്സിന് പൈസ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റിപ്പോ റേറ്റ് കുറക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മാർച്ച് തൊട്ടിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 4-5 മാസങ്ങളിൽ 0.4, 0.5, 0.75 അങ്ങനെ വെച്ചിട്ട് വളരെയധികം റേറ്റ് കട്ടിങ് കൊണ്ടുവന്നിട്ടുണ്ട് RBI. ഇത് പല ആളുകൾക്കും ഇത് ന്യൂസിൽ അവർ വായിക്കുക ചെയ്യും. പക്ഷേ അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് പല ആളുകളും നോക്കില്ല. സാധാരണ RBI റിപ്പോ റേറ്റ് കുറക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ബാങ്കുകാർ ഇപ്പോൾ ലോൺസ് കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് അവർ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കണം. പക്ഷേ ബാങ്കുകാർ നമുക്ക് അറിയാം, അവർ എല്ലാം പെട്ടെന്ന് ഇങ്ങനത്തെ കുറക്കുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് ചെയ്യില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാ ബാങ്ക്സും അപ്പോൾ തന്നെ കുറക്കൂല. ഓക്കെ, പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ പതുക്കെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക, അപ്പോഴാണ് അവർ കുറക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വേണം ആസ് എ ഒരു ലോൺ എടുക്കുന്ന ആൾ, ഒരു ഹോം ലോണൊക്കെ ഉള്ള ആളാണ്, നമ്മൾ വേണം റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ, റിപ്പോ റേറ്റ് RBI കുറക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചുകൊണ്ട് ബാങ്കിനെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് പറയണം, ഇങ്ങനെ ഒരു റേറ്റ് കുറച്ചല്ലോ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചല്ലോ, അതെനിക്കത് ആക്കി തരണം എന്നുള്ള കാര്യം പറയണം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലാണ് മിക്ക ബാങ്ക്സും അത് അങ്ങനെ ആക്കി തരുള്ളൂ. അല്ലെങ്കിൽ ബാങ്കുകാരൊന്നും മിണ്ടൂല. പൊതുവേ എല്ലാ ബാങ്കുകളും കുറച്ച് നാൾക്കെങ്കിലും ഇത് മിണ്ടാതിരിക്കും. ഓക്കെ, ലാസ്റ്റ് എല്ലാ ബാങ്കുകളും ഇത് ആക്കുമ്പോഴാണ് ഇവരിത് ആക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം റിപ്പോ റേറ്റ് കുറക്കുമ്പോൾ നമ്മൾ ബാങ്ക്സായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു യൂഷ്വലി ഒരു 6 മാസം കൂടുമ്പോൾ ഇവരെ ഫോൺ ചെയ്തിട്ട് ചോദിക്കണം, എന്താണ് ഇപ്പോൾ റിപ്പോ റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ, എൻ്റെ ഹോം ലോണിൻ്റെ റേറ്റ് എന്താണ് കുറച്ച് തന്നൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ ചില ബാങ്കുകാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് പറയാം, വേറൊരു ബാങ്ക് എൻ്റെ ഈ ലോൺ ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, അവർ ഇത്ര പെർസെൻറ്റേജിൽ തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടും. എന്നിട്ട് ഈ ബാങ്കായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം, നമ്മുടെ ബാങ്കായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ കറക്റ്റായിട്ട് ലോൺ അടയ്ക്കുന്ന ആളാണെങ്കിൽ ബാങ്കുകാർ ഒരു നല്ലൊരു കസ്റ്റമറിനെ വിടില്ല. അപ്പോൾ ഇവൺ ഇഫ് നമ്മൾ പറയുന്ന റേറ്റ്, അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന റേറ്റിന് തന്നില്ലെങ്കിലും ഒരു ഏകദേശം ആ റേറ്റായിട്ട് നമ്മുടെ സ്വന്തം ബാങ്ക് തന്നെ തരുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ ലോൺ വേറെ ബാങ്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നോക്കണം, മിനിമം ഒരു 1% ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസമില്ലാതെ സ്വിച്ച് ഓവർ ചെയ്യരുത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു ബാങ്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ബാക്കി അഡീഷണൽ ചാർജസ് ഒക്കെ വരുമ്പോൾ ഈ ചെറിയൊരു 0.25 അല്ലെങ്കിൽ 0.5% വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യണ ബെനിഫിറ്റ് കിട്ടൂല. അപ്പോൾ ഏകദേശം 1% ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ സ്വിച്ചിങ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുക, നമ്മുടെ ബാങ്കാണ്, നമുക്ക് ലോണുള്ള ബാങ്കാണ്, ഇന്ന ബാങ്ക് ഇത്ര വിലയ്ക്ക് കൊടുക്കുന്നു, ഇത്ര റേറ്റിന് കൊടുക്കുന്നുണ്ട്, നിങ്ങളത് കുറച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കസ്റ്റമറിന് ഒരു ബാങ്കും വിടൂല, അവർ കുറച്ച് തരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണ മെക്കാനിസം MCLR മെത്തേഡാണോ എന്ന് നോക്കാം. 2010 തൊട്ട് 2016 വരെയും ഹോം ലോൺ എടുത്തവർക്ക്
ബാങ്ക്സ് ബേസ് ലെൻഡിങ് റേറ്റ് വഴിയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ട് വരുമ്പോഴും അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഈ MCLR മെത്തേഡ് ഓപ്റ്റ് ചെയ്ത ആളുകൾക്ക് RBI ഈ റിപ്പോ റേറ്റ് കുറക്കുമ്പോൾ ഒരു കസ്റ്റമർ ആവശ്യപ്പെടാതെ തന്നെ ബാങ്ക് ആ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനോട് പാസ് ചെയ്യണം എന്നാണ്. അപ്പോൾ 2016 ശേഷം ഹോം ലോൺ ഉള്ളവർക്ക് കുഴപ്പമില്ല, എല്ലാം MCLR ആണ്. ഇനി 2010 തൊട്ട് 16 വരെ ഹോം ലോൺ ഉള്ളവർക്ക് ഈ ബേസ് ലെൻഡിങ് റേറ്റ് ആണെങ്കിലും അവർക്ക് MCLRലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മൾ സ്വന്തം റിക്വസ്റ്റ് ചെയ്യണം, കാരണം ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ബാങ്ക് ആരും അങ്ങോട്ട് വിളിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എപ്പോഴും MCLR ആയിട്ട് കൺവേർട്ട് ചെയ്യണതാണ് നല്ലത്. ചില ആളുകൾക്ക് BPLR റെജീം ആയിരിക്കും. BPLR എന്ന് ചോദിച്ചാൽ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിന് ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ടാണ് ബാങ്ക് എപ്പോഴും ഇൻട്രസ്റ്റ് കൊടുക്കാറുള്ളത്. അവർക്കാണെങ്കിൽ വരെ ഈ MCLR റെജീമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബാങ്ക്സിൽ നിന്നല്ലാതെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ, അതായത് PNB ഹൗസിംഗ് ഫിനാൻസ്, HDFC, DHFL അങ്ങനത്തെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവർക്ക് കമ്പൽസറി ആയിട്ട് ഇത് MCLRലേക്ക് മാറ്റണമെന്ന് അവർക്ക് നിർബന്ധമില്ല, ബാങ്ക്സിന് മാത്രമാണ് നിർബന്ധമുള്ളത്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, ഈ ലോണ് നമുക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏതെങ്കിലും ബാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ വെറുതെ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ റിപ്പോ റേറ്റ് കുറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് MCLR റേറ്റിലൂടെ ഈ ബാങ്ക്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തൊരു റിസ്ക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് RBI ഈ റിപ്പോ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറക്കുമ്പോൾ മിക്ക ബാങ്ക്സ്, എസ്പെഷ്യലി ഗവൺമെൻറ് ബാങ്ക്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആ ബെനിഫിറ്റ് അവരപ്പം തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കൂല. പകരം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർ ആനുവൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഫോളോ ചെയ്യുക. അതായത് കൊല്ലത്തിൽ ഒരിക്കലാണ് ഇവർ ഈ റിപ്പോ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ ഇൻട്രസ്റ്റ് മാറ്റുള്ളൂ. അത് മിക്ക ബാങ്ക്സും ചെയ്യുന്നതാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും മാറുന്നത് ആനുവലി ആണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആനുവലി ആണെന്ന് പറയുകയാണെങ്കിൽ അത് ക്വാർട്ടർലി ആക്കി മാറ്റുക, അതിന് നമുക്ക് റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അടുത്ത ഒരു കൊല്ലം കഴിഞ്ഞാലാണ് ഇത് മാപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അതായിരിക്കും മാപ്പ് ചെയ്ത് കിട്ടുക. അപ്പോൾ അത് എല്ലാവരും നോക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹോം ലോൺ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കാണ് ഇത് ആവശ്യം. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ബിസിനസ്സുകാരും ഉണ്ട്. സാലറീഡ് ആയിട്ടുള്ളവർക്ക് ഒരു 90% ഓഫ് കേസസ് അവരുടെ സാലറി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ബിസിനസ്സുകാർക്ക് അങ്ങനെയല്ല. കച്ചവടം നല്ല രീതിയിലാണെങ്കിൽ നല്ല പൈസ കിട്ടും, അതേപോലെ തന്നെ കച്ചവടം മോശമാണെങ്കിൽ പൈസ വളരെ കുറയും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഈ ബിസിനസ്സുകാരെയൊക്കെ ഒരു ഇൻകമും ഇല്ലാതെയായിട്ട് മാറി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നവർക്ക്, അതായത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർ, അതായത് ഇൻകം ഫിക്സഡ് അല്ല, എപ്പോഴും ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയാണ് ഈ ഹോം ലോൺ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. വളരെ സിമ്പിളായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. യൂഷ്വലി ഞാൻ പറഞ്ഞു, ഒരു ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് 20,000 രൂപയായിരിക്കും EMI അടയ്ക്കുന്നത്. ഓക്കെ, ബിസിനസ് നന്നായി പോവുകയാണ്, നമുക്ക് നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ EMI എപ്പോഴും 20,000 രൂപ ആയതുകൊണ്ട് നമ്മൾ 20,000 രൂപ അടയ്ക്കുകയുള്ളൂ. പക്ഷേ ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയിൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ബിസിനസ് നന്നായി പോവുകയാണ്, അപ്പോൾ 20,000 രൂപയുള്ളൂ EMI, എന്നാലും നമ്മൾ അധികം പൈസ അടയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഒരു മാസം നല്ല ബിസിനസ് വന്ന് 20,000 കൂടെ ഒരു 10,000 രൂപ ഇട്ട്, അടുത്ത മാസവും നല്ല ബിസിനസ് 20,000 കൂടെ വീണ്ടും ഒരു 20,000 രൂപ ഇട്ട്. അപ്പോൾ ഇത് EMI ആയിട്ടും കയറും, അതിൻ്റെ മുകളിൽ നമ്മൾ എത്ര എമൗണ്ട് ആഡ് ചെയ്യണം അതൊരു ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യും. എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് വരുന്ന എക്സസ് എമൗണ്ട്, അത് ഒരു എമൗണ്ട് ആണല്ലോ. ആ എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പിളിൽ നിന്ന് കുറച്ചിട്ട് ആ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് വേണമെങ്കിൽ EMI അടയ്ക്കാനില്ലാത്ത, ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സൊന്നും നടന്നിട്ടില്ല, അപ്പോൾ EMI അടയ്ക്കാൻ പോലും പൈസ ഇല്ല, നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് EMI അടയ്ക്കാം. അതിൽ നിന്ന് വേണമെങ്കിൽ പൈസ എടുത്തിട്ട് നമുക്ക് ചിലവാക്കുകയും ചെയ്യാം. ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഈ എക്സസ് പൈസ, ബിസിനസ് നന്നാകുമ്പോൾ നമ്മൾ ഇടുന്ന എക്സസ് പൈസ, ആ പൈസ കുറച്ചിട്ട്
അതാണ് ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് ബിസിനസ്സുകാർക്ക് മാത്രമാണ് ഇത് റെക്കമെൻഡ് ചെയ്യാനുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു കുഴപ്പമുണ്ട്. സാധാരണ ഒരു ബാങ്ക് ഇപ്പോൾ 7.75% ആണ് ഇൻട്രസ്റ്റിലാണ് കൺവെൻഷണൽ ഹോം ലോൺ കൊടുക്കുകയാണെങ്കിൽ, ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും കൂടി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 0.5 ബേസിസ് പോയിൻറ്റ്സിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലോക്ക്ഡൗൺ ടൈമിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് തരണം ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനം ആണ് ഈ ഹോം ലോൺ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് എക്സസ് അടയ്ക്കുന്ന പൈസ നമുക്ക് ആ ഇൻട്രസ്റ്റ് നിന്ന് കുറയുകയും ചെയ്യും. അതായത് അത് പ്രിൻസിപ്പൽ എമൗണ്ട് അതേപോലെ തന്നെ കുറഞ്ഞു വരും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പൈസ എടുക്കുകയും ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിൽ എങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകണതെന്ന് കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ജൂലൈ 2019 തൊട്ടിട്ട് ഒക്ടോബർ 2020 വരെയുള്ള ഡേറ്റാണ് ഞാൻ ജസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഹോം ലോണിൻ്റെ EMI എന്ന് പറഞ്ഞാൽ 19,295 ആണ് എല്ലാ മാസവും വരുന്നത്. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ ഇടുന്ന എമൗണ്ടാണ് ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജൂലൈ 2019 സ്റ്റാർട്ട് ചെയ്ത EMI 19,295 ഞാൻ അടച്ചു. എക്സ്ട്രാ ഒരു 4,800 രൂപ ഞാൻ സേവ് ചെയ്ത് വെച്ചത് ഞാൻ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ ഇട്ടു. അപ്പോൾ ബാലൻസ് 4,800 ആണ്. പിന്നെ ഓഗസ്റ്റിൽ അതേപോലെ തന്നെ സെയിം 19,295 അടച്ചു. എഡീഷണൽ എമൗണ്ട് 17,000 എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ 21,800 ഉണ്ട്. നല്ല ബിസിനസ് കാരണമാണ് ഞാൻ 17,000 റുപ്പീസ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടത്. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ ഞാൻ അടയ്ക്കുന്ന EMI സെയിം ആണ്, പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ ഇടുന്ന എമൗണ്ട് എക്സ്ട്രാ അടയ്ക്കുന്ന എമൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ ഫുഡ് ഒന്നും കഴിക്കാൻ പോകാത്തതുകൊണ്ട് കുറച്ച് എമൗണ്ട് സേവ് ചെയ്തു, അത് ഞാൻ ഇട്ടു, ബാലൻസ് എത്രയും. അങ്ങനെ ഒക്ടോബറിൽ 1,000 രൂപ എനിക്ക് ഇടാൻ പറ്റുള്ളൂ, കാരണം സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ ബാക്കി 1,000 രൂപ ഇടാൻ പറ്റുള്ളൂ. പിന്നെ നവംബറിൽ 6,900 കുറച്ച് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ എനിക്ക് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ ഇടുന്ന എമൗണ്ട് നമുക്ക് ബാലൻസ് ആയിട്ട് ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വന്നിട്ട് ഇവിടെ കാണാം. എന്നിട്ടാണ് മാർച്ച് കഴിഞ്ഞപ്പോഴും, മാർച്ചിൽ എനിക്ക് ലോക്ക്ഡൗൺ കാരണം എനിക്ക് സിനിമയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ 1,600 രൂപ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ടോട്ടൽ 63,700 റുപ്പീസ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് EMI അടയ്ക്കേണ്ട വന്നു. അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും ഇടാൻ പറ്റിയില്ല, 0 ആണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ടഫായിരുന്നു, എൻ്റെ ബിസിനസ്സൊക്കെ ആകെ ഡൗൺ ആയിരുന്നു. അങ്ങനെ ഞാൻ 63,000 റുപ്പീസ് ഉണ്ടായിരുന്ന ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് 30,000 റുപ്പീസ് വിഡ്രോ ചെയ്തു ജൂണിൽ. എന്നിട്ട് ആ എമൗണ്ട് തന്നെ എടുത്തിട്ടാണ് ഞാൻ ജൂലൈയിലെ EMI ഞാൻ മേക്കപ്പ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലൊന്നും ഇട്ടില്ല. ബാലൻസ് 43,700 ആണ്. അങ്ങനെ എൻ്റെ ഇത് കഴിഞ്ഞു. ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബിസിനസ്സൊക്കെ നന്നായി പോകുമ്പോൾ എനിക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൻ്റെ ഗുണം. അപ്പോൾ ഞാൻ പറയണ ഈ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഉണ്ടല്ലോ, ഈ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ഉള്ള എമൗണ്ട് ഓക്കെ നമ്മുടെ ലോണിൻ്റെ ടോട്ടൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ട് ആ എമൗണ്ടിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാലൻസ് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഒരു ഹോം ലോണിൻ്റെ പെട്ടെന്ന് അടച്ചു തീരാനുള്ളൊരു മാജിക് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ക്രിക്കറ്റ് കളി കാണാറുണ്ട്. ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ കുറച്ച് ഓവേഴ്സ് പവർ പ്ലേ കൊടുക്കും. അപ്പോൾ പവർ പ്ലേയിൽ ഫീൽഡേഴ്സ് കുറവായിരിക്കും, നമുക്ക് ഏറ്റവും കൂടുതൽ റൺസ് എടുക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു ഹോം ലോൺ ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 കൊല്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 5 കൊല്ലത്തിൽ നമുക്ക് കഴിയുന്തോറും നമ്മൾ ആ ഹോം ലോണിൽ കൂടുതൽ എമൗണ്ട് അടയ്ക്കാൻ ശ്രമിക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻകം നമുക്ക് വരും, സാലറി ഹൈക്ക് കിട്ടും, അതേപോലെ തന്നെ ബോണസ് കിട്ടും. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടൊക്കെ വേറെ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇടാതെ ഇത് ഹോം ലോൺ പ്രീപേ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് നിന്ന് സേവ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഹോം ലോണിൻ്റെ ടെന്യൂർ കുറക്കാനും പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ചെയ്യണതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ ഇതാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് വേണം. അതായത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് പൈസ വേണം, അതേപോലെ തന്നെ സേവിങ്സ് വേണം. ഇത് രണ്ടും ഉണ്ടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഹോം ലോണ് പ്രീപേ ചെയ്യാൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എന്ത് ചാൻസ് കിട്ടുകയാണെങ്കിലും ഹോം ലോൺ 5 കൊല്ലത്തിൽ പെട്ടെന്ന് കൂടുതൽ എത്ര എമൗണ്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രീപേ ചെയ്യാൻ നോക്കാം. 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുകയും ചെയ്യും, നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് വളരെയധികം കുറയുകയും ചെയ്യും, ടൈമും കുറയും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ
ഈ ടോപ്പിക് എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരാളുടെ ഒരു കഥ ഞാൻ കേട്ടു. അദ്ദേഹം സൗദി അറേബ്യയിൽ ഈ ഇഖാമയൊക്കെ പുതുക്കുന്ന ഒരു സെൻറ്ററിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ പൈസ സാലറി ആയിട്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കുറേ പൈസ ഇൻകം ആയിട്ട് കിട്ടും, ആളുകളുടെ കമ്മീഷനും അതേപോലെ തന്നെ കുറേ പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് കുറേ പൈസ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു നല്ലൊരു വീട് വെക്കാൻ തോന്നി. തൃശ്ശൂർ മെയിൻ റോഡിൽ നല്ല സ്ഥലവും വാങ്ങിച്ച് ഒരു നല്ലൊരു വീട് ലോൺ എടുത്ത് വെക്കുകയും ചെയ്തു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി പോയത് വേറെ ഒന്നുമല്ല, ഈ സംഭവം കംപ്ലീറ്റ്ലി ഓൺലൈനാക്കി കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി പോയി, ഇദ്ദേഹം തിരിച്ച് നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നു. ഹോം ലോൺ ഉണ്ട്, നല്ല എമൗണ്ട് ഉണ്ട്, കുറേയൊക്കെ പൈസയൊക്കെ ആൾക്കാരിൽ നിന്ന് കടമൊക്കെ വാങ്ങിച്ചിട്ട് ആ വീടിൻ്റെ കംപ്ലീഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്വന്തം ആളുകൾക്ക് വീടില്ല. അദ്ദേഹത്തിന് വീടുണ്ട്, പക്ഷേ പാരൻസിനൊന്നും വീടില്ലാത്ത അവസ്ഥയാണ്, അത് വിൽക്കേണ്ട വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആൾക്കാർ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതിയത് ഉണ്ടാക്കിയ വീട്, ഇത്രയും ആഗ്രഹിച്ച് ഉണ്ടാക്കിയ വീട് വിറ്റിട്ട് ചെറിയൊരു വീട് വാങ്ങിച്ച് മാറി താമസിക്കാനാണ് ആളുകൾ പറയുന്നത്, അവരുടെ റിലേറ്റീവ്സ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ എത്ര ഇൻകം ഉള്ള ആളാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള വീടാണ് ഉണ്ടാക്കേണ്ടത്. വെറുതെ കുറേ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ റൂംസൊക്കെ ഉണ്ടായി ആകെ 2 പേരും ഉണ്ട്, അങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പാടാണ്. അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ വീട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ഹോം ലോൺ എടുത്തിട്ട് വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഈ ഹോം ലോൺ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യാൻ പറ്റാമെന്നുള്ള ഒരു സാധനം കണ്ടിട്ട് വേണം ഹോം ലോണായിട്ട് മുന്നേറാൻ. അതേപോലെ തന്നെ വലിയ എമൗണ്ട് ഒന്നും ഹോം ലോൺ എടുക്കാതെ ചെറിയ എമൗണ്ട് മാക്സിമം കുറച്ച് കൊണ്ടുവരിക, നമ്മുടെ സൗകര്യത്തിന് പറ്റിയ വീട് വെക്കുകയും ചെയ്യാം. വീട് വെച്ചാൽ മാത്രം പോരാ, പ്രത്യേകിച്ച് NRIs ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി നേരത്തെ അവിടെ നിന്ന് ജോലി നിർത്തി വരികയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഉള്ള ഒരു വീട് വെക്കുക മാത്രമല്ല, കണ്ടമാനം NRIs ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ നാട്ടിൽ വലിയൊരു വീടൊക്കെ വെക്കും, പക്ഷേ അവർക്ക് പലപ്പോഴും അവിടെ താമസിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനത്തെ വീട് വെച്ചിട്ട് അവിടെ താമസിക്കാനായിട്ട് നേരത്തെ വരികയും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറേ ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലൈഫിലൊരു സംഭവമുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചോദിക്കുക. ഇഫ് യു വോണ്ട് സംതിങ് ആസ്ക്. അല്ലാതെ നമ്മളത് കിട്ടൂല, അങ്ങനെയൊന്നും ആവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് പോയേ ചെയ്യുള്ളൂ. അത് ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് വില കുറക്കാൻ വരെ, ഒരു ബാർഗെയിൻ ചെയ്യാൻ വരെ നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പിക്ക് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.